കരീബിയൻ പ്രിൻസസ് എന്ന ക്രൂയിസ് കപ്പലിൽ നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കപ്പലിലെ 3116 യാത്രക്കാരിൽ 102 യാത്രക്കാരും 13 ക്രൂ അംഗങ്ങളും രോഗബാധിതരാണ്. ആകെ 115 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏപ്രിൽ 28 മുതൽ മെയ് 11 വരെ പോർട്ട് ലോഡർ ഡെയിലിൽ നിന്ന് പുറപ്പെട്ട് പോർട്ട് കാനവറിൽ അവസാനിക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ യാത്ര നിശ്ചയിച്ചിരുന്നത്. യാത്രക്കിടയിൽ അരൂബ, ബോണയർ, പോർട്ടോറിക്കോ, ബൊഹാമാസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ കപ്പൽ നിർത്തിയിട്ടിരുന്നു. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഛർദിയും വയറിളക്കവുമാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇതൊരു ഉദരസംബന്ധമായ അസുഖമാണെന്നും പ്രിൻസസ് ക്രൂയിസ് കപ്പലിലെ അധികൃതർ പറയുന്നു. ഉദരസംബന്ധമായ ഈ അസുഖം ഉണ്ടാക്കുന്ന വൈറസാണ് നോറോ വൈറസ് എന്നറിയപ്പെടുന്നത്. ആമാശയത്തിന്റെയും കുടലിന്റെയും ആവരണത്തിന്റെ വീക്കത്തിനും കടുത്ത ഛർദി, വയറിളക്കം എന്നിവയ്ക്കും ഈ വൈറസ് കാരണമായി മാറുന്നു. ആരോഗ്യം ഉള്ളവരിൽ നോറോ വൈറസ് കാര്യമായി ബാധിക്കില്ല എങ്കിലും ചെറിയ കുട്ടികൾ, പ്രായമായവർ, മറ്റ് അനുബന്ധ അസുഖങ്ങൾ ഉള്ളവർ എന്നിവരെ ഇത് ബാധിച്ചാൽ അത് ഗുരുതരമാകാനും സാധ്യതയുണ്ട്. നോറോ വൈറസ് ഒരു ജലജന്യ രോഗമാണ്. മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത്. രോഗബാധയുള്ള വ്യക്തികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ, രോഗിയെ പരിചരിക്കുന്നതിലൂടെയൊക്കെ ഈ രോഗം പടരാം. രോഗബാധിതനായ ആളിന്റെ വിസർജ്യം വഴിയും ഛർദി വഴിയും വൈറസ് പടരുന്നതാണ്. വളരെ പെട്ടെന്ന് രോഗം പകരുന്നതിനാൽ വളരെയേറെ ശ്രദ്ധിക്കുകയും വേണം. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം നോറോ വൈറസ് അണുബാധ കുടൽവീക്കം, പോഷകാഹാര കുറവ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ദീർഘകാല രോഗാവസ്ഥയ്ക്കും ഒരു കാരണമായേക്കാം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ 200 ദശലക്ഷം കേസുകൾ ഉൾപ്പെടെ പ്രതിവർഷം 685 ദശലക്ഷം നോറോ വൈറസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആയിരക്കണക്കിന് യാത്രക്കാരും ജീവനക്കാരും ദീർഘകാലം ഒരുമിച്ച് താമസിക്കുന്നതുകൊണ്ടും പൊതുവായ ഒരേ ഭക്ഷണം പങ്കിടുന്നതിനാലും പൊതുവായ സൗകര്യങ്ങൾ പങ്കിടുന്നതിനാലും ക്രൂയിസ് കപ്പലുകൾ പ്രത്യേകിച്ചും ഈ രോഗത്തിന്റെ കാര്യത്തിൽ അപകടമാണ്. രോഗബാധിതനായ വ്യക്തിയുടെ കൈകൾ, ഭക്ഷണം, വെള്ളം അല്ലെങ്കിൽ അവർ സ്പർശിച്ച പ്രതലങ്ങൾ എന്നിവയിലൂടെ ഈ വൈറസ് മറ്റുള്ളവരിലേക്ക് എളുപ്പത്തിൽ പകരുന്നു. ക്രൂയിസ് കപ്പലുകളിൽ ഉദരരോഗങ്ങൾക്ക് ഏറ്റവും സാധാരണമായ കാരണം ഈ നോറോ വൈറസ് ആണ്. യാത്രയിൽ ഉടനീളം പകർച്ചവ്യാധി ക്രമേണ പടർന്നു പിടിക്കുകയായിരുന്നു. എല്ലാ യാത്രക്കാരും ഒരേ സമയം രോഗബാധിതരായിട്ടില്ല. പക്ഷേ യാത്രയിലുടനീളം ഈ കേസുകൾ വർദ്ധിച്ചു വന്നു. രോഗികളുടെ എണ്ണം മൊത്തം യാത്രക്കാരുടെ 3% കവിഞ്ഞപ്പോൾ CDC ഒരു പൊതു അറിയിപ്പും നൽകിയിരുന്നു. നിലവിൽ ആരോഗ്യ ഉദ്യോഗസ്ഥർ കപ്പലിൽ പരിശോധന നടത്തി വരികയാണ്. ശുചിത്വ പരിപാടിയുടെ ഭാഗമായി വിപുലമായ പരിശോധനകളാണ് ഇപ്പോൾ ആ കപ്പലിൽ നടക്കുന്നത്. കമ്പനി അടിയന്തര നടപടി സ്വീകരിക്കുകയും കപ്പലിലുടനീളം ശുചീകരണ, അണുനാശിനി നടപടികൾ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗികളായ യാത്രക്കാരെയും ജീവനക്കാരെയും പ്രത്യേകം മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചു വരികയാണ്. നോറോ വൈറസ് അണുബാധയുടെ പ്രധാന ലക്ഷണങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന ഛർദിയും വയറിളക്കവുമാണ്. വയറുവേദന, ഓക്കാനം, നേരിയ പനി, തലവേദന, ശരീര ബലഹീനത എന്നിവയും ഇതിന്റെ കൂടെ ഉണ്ടാകാം. മിക്ക കേസുകളിലും ഈ ലക്ഷണങ്ങൾ 1 മുതൽ 3 ദിവസങ്ങൾ വരെയാണ് നീണ്ടു നിൽക്കുന്നത്. നോറോ വൈറസ് സാധാരണഗതിയിൽ മാരകമായ ഒരു അസുഖമല്ല. മിക്ക ആളുകളും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സുഖം പ്രാപിക്കാറുണ്ട്. ഗുരുതരമായ പ്രശ്നങ്ങൾ അപൂർവമാണ്. പ്രധാനമായും ആരോഗ്യം ദുർബലരായ ആളുകളിലാണ് ഇത് സീരിയസ് ആയി മാറുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ ഐഡ ദിവ എന്ന ക്രൂയിസ് കപ്പലിലും ഈ പകർച്ചവ്യാധി ഭീഷണി ഉയർത്തിയിരുന്നു. യാത്രക്കിടയിൽ 100-ലധികം യാത്രക്കാർക്കും ജീവനക്കാർക്കും നോറോ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. അന്ന് ക്രൂയിസിലെ 95 യാത്രക്കാർക്കും 6 ജീവനക്കാർക്കും ഈ അണുബാധ സീരിയസ് ആയ ലെവലിൽ ഉണ്ടായതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.